ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ അട്ടപ്പാടിയിലോട്ടാട്ടോ പോകുന്നത്. അവിടെയുള്ള ശിരുവാണിപ്പുഴ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ചേച്ചിയും ചേട്ടനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വൈബാണ് അവിടെ, എല്ലാവർക്കും കൂടെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഈ സൺഡേ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് ഓർത്തു കേട്ടോ. അട്ടപ്പാടി വന്നിട്ടുള്ളവരാണെങ്കിൽ ഈ വഴി കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതായിരുന്നു. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ കുരങ്ങാട്ടോ. നമ്മളിങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ചുച്ചി ഒരെണ്ണം വാങ്ങിച്ച അവളുടെ കയ്യിലുണ്ടായിരുന്നു, അത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടോ കുരങ്ങൻ. അപ്പോൾ നമുക്ക് കടയിൽ ആ ചേട്ടൻ കുരങ്ങിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് വടിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വണ്ടിയിലോട്ട് കയറാൻ തുടങ്ങുമ്പോഴത്തേനൊക്കെ നമ്മുടെ അടുത്തോട്ട് വരുമായിരുന്നു കേട്ടോ. അവിടുന്ന് ഞങ്ങൾ ഐസ്ക്രീമും ഉപ്പിലിട്ടതും കടലയൊക്കെ വാങ്ങിച്ചിട്ട് അവിടുന്ന് ഞങ്ങൾ പോരുന്ന വഴി ഒരു അരുവി കണ്ടു കേട്ടോ. എന്നാൽ പിന്നെ അവിടെ ഇറങ്ങാമെന്ന് ഓർത്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അയ്യോ, ഞാൻ എങ്ങനെ നോക്കാതെ ഇറങ്ങും? നല്ല മോണ്ട. അതിലൂടെ ആണോ മുത്തേ? അത് മുള്ളാണോ? ഇവിടെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അട്ട കളിച്ചു കേട്ടോ. എന്നെയും ചേട്ടനെയും മാത്രം അട്ട കടിച്ചായിരുന്നു. പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ്, കാലിൽ ചോര കാണുമ്പോഴാണ് അട്ട കടിച്ചെന്നുള്ളത് ആരും അറിയുന്നത് പോലും. നല്ല എളുപ്പുണ്ട് അല്ലേ? ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോഴത്തേന് കിക്കിക്കും വെള്ളത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറക്കി കാലൊക്കെ നനച്ചിട്ടാട്ടോ അവിടുന്ന് കൊണ്ടുവന്നത്. അവിടുന്ന് കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു വള്ളി പോലെ ഉണ്ട്, ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് പോലെ ഉള്ളൊരിതുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ വള്ളിയിലിരുന്ന് കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് ഓർത്ത് ഇരുന്ന കേട്ടോ. പക്ഷേ കിക്കിക്ക് ഭയങ്കര പേടിയായിരുന്നു. ചേട്ടാനിങ്ങനെ അള്ളി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം സൂക്ഷിക്കണം കേട്ടോ. ഈ കാണുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കും സാധാ വള്ളിയാണ്, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴത്തേനും വള്ളിയാന്നൊക്കെ വിചാരിക്കുള്ളൂ കേട്ടോ. കാരണം ഇതിങ്ങനെ പടർന്നിങ്ങനെ പോവുകയാണ്. പക്ഷേ ഇതിനകത്ത് നല്ല മുള്ളാട്ടോ. വള്ളിയാന്നൊക്കെ ഓർത്ത് നമ്മൾ ചുമ്മാ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. പുഴയുടെ അടുത്ത് എത്തുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ കുറച്ച് ചോറ് മേടിക്കാമെന്ന് ഓർത്ത് നിർത്തിയതാട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പൊതിച്ചോറ് വാങ്ങിച്ചു. കാരണം പിള്ളേർക്ക് വിശന്നിട്ടുണ്ടെങ്കിലോ എന്ന് ഓർത്തിട്ട് പൊതിച്ചോറൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അപ്പോഴത്തേനും ചുറ്റി ഉറങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുഴയുടെ അവിടെ എത്തിയിട്ടോ. ഈ കാണുന്ന വഴി കൂടെയാണ് താഴോട്ട് ഇറങ്ങി പോകണം, പുഴയുടെ അങ്ങോട്ട്. ഞങ്ങൾ ഡ്രസ്സും ഫുഡും എല്ലാം ആയിട്ടാട്ടോ പോകുന്നത്. അപ്പം നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് മാറാൻ വേണമല്ലോ എന്ന് ഓർത്ത് അതെല്ലാം കരുതിയിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പിള്ളേർക്ക് ഫുഡ് കൊടുത്തിട്ട് വെള്ളത്തിൽ ഇറക്കാമെന്ന് ഓർത്തുട്ടോ. അവിടെ എത്തിയപ്പോഴത്തേനും ചുച്ചി എഴുന്നേറ്റായിരുന്നു. ഫുഡ് ഇരുന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോ എന്ന് നോക്കിയിട്ടാട്ടോ ഞങ്ങൾ ഈ ഫ്രണ്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുഡ് നമുക്കൊരു പാറയുടെ മുകളിലാണെങ്കിലും വെച്ചിരുന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോ എന്നാട്ടോ നോക്കുന്നത്. ആ മുഖം കൂടെ കഴിക്കോ അവളുടെ? എനിക്ക് വേണം, എനിക്ക് ഭയങ്കര വിശപ്പ്. ഞങ്ങളവിടെ ചെന്ന സമയം ഭയങ്കര വെള്ളം കുറവായിട്ടാട്ടോ തോന്നുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേനും വെള്ളം കൂടിയതുപോലെ തോന്നി. ഇതിപ്പോൾ നമ്മൾ ചെന്ന സമയത്താണ്, ഇത് കുറച്ച് കഴിഞ്ഞിട്ടുള്ളതാട്ടോ ഇപ്പോൾ കാണുന്നത്. അവിടെ ചെന്ന് അത്രയും വെള്ളമൊക്കെ കണ്ടപ്പോഴത്തേനും കിക്കി കയ്യിൽ നിന്ന് ഊർന്നിറങ്ങാൻ നോക്കുമായിരുന്നു കേട്ടോ. കയ്യിൽ ഇരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കിക്കിനെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇരുത്തിയിട്ടോ. വെള്ളം ഒട്ടും ഇല്ലാത്തടത്ത് ഇരുത്തിയത്. തൊട്ടടുത്ത് തന്നെ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്നു കേട്ടോ. വണ്ടി വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് മയിലിനെ കണ്ടു കേട്ടോ. അപ്പോൾ വരുന്ന വഴി ഞാനതിനൊക്കെ കണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോണൊക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേനും അതിൻ്റെ പാട്ടിന് പോയി കേട്ടോ. ഇത് നമ്മുടെ വണ്ടിയുടെ കറക്റ്റ് മുമ്പിൽ തന്നെ വന്നുകൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. എല്ലാവർക്കും വീഡിയോയ്ക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.